ആരാ? എന്തിനാ കരയണേ? എന്താ എന്താ ഉണ്ടായത്? നാരായണി പറയൂ, കരയാണ്ട് പറയൂ. എന്നെ സഹായിക്കണം തമ്പുരാട്ടി. എനിക്ക് വേറെ മാർഗമില്ല. എന്താച്ചാ തെളിച്ചു പറയൂ. വയറ്റിലുണ്ട്. ഇവിടത്തെ പത്തായപ്പോരയില് താമസിക്കണ കുഞ്ഞുണ്ണിയേട്ടന. ഞങ്ങള് തമ്മിൽ നല്ല ഇഷ്ടത്തില. കുഞ്ഞുണ്ണിയേട്ടൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല. എന്റെ മുമ്പിൽ ജീവൻ കളയാൻ ഒറ്റ മാർഗമുള്ളൂ. തമ്പുരാട്ടി, കുഞ്ഞുണ്ണേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. തന്നില്ലാത്ത കുട്ടിയെ അടിയ പ്രസവിക്കില്ല തമ്പുരാട്ടി. എനിക്ക് വേറെ ഒരു മാർഗമില്ല ചിറ്റാ. എന്റെ കുട്ടിയെ രക്ഷിക്കണം. കുഞ്ഞുണ്ണേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതെന്താ ഈ നേരത്ത് ഇവിടെ? അറിയണോ? അറിയണോ? എന്നാലും എന്നോടിത് ചെയ്തല്ലോ. സ്വപ്നങ്ങളെല്ലാം കെട്ടുപോയ ഒരുത്തിയായിരുന്നു ഞാൻ. എന്നെ വീണ്ടും എന്തിനാ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചത്? എന്താ എന്താ കാര്യം? ഇനി ഞാനത് പറയണോ? എന്തിനാ എല്ലാം തല്ലിക്കിടത്തിയത്? നമ്മള് ജീവിതം ആലോചിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും വേണമായിരുന്നു ഇത്. എന്തായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാവാൻ? എല്ലാം തീർന്നില്ലേ? ഇതിനു വേണ്ടിയായിരുന്നു ഇങ്ങോട്ട് വന്നത്. ഭഗവതി, എത്ര മനക്കോട്ട കെട്ടി എല്ലാം വെറുതെയായി. തൊട്ടുപോവരുതന്നെ. ഒരു പാവം പെൺകുട്ടിയെ പിഴപ്പിച്ചിട്ട് അതിൽ നിന്നും ഒളിച്ചോടാനുള്ള ഭാവമാണല്ലേ? വേണ്ട, ഇനി ഒന്നും വേണ്ട. പൊയ്ക്കോ ഇവിടുന്ന്. എന്റെ മുമ്പിൽ കാണണ്ട. എന്തായി പറയണേ? നാരായണി എന്നൊരു സ്ത്രീ അലമുറയിട്ടുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അവളുടെ ഗർഭത്തിന് ഉത്തരവാദി. നാണമില്ലേ നിങ്ങൾക്ക്? എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്.
തെറ്റിദ്ധാരണയല്ല, ധാരണ തന്നെയാ. ആ പെണ്ണിനെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? എന്നെ കഴിഞ്ഞു. ഈ മനയിലെ കളരി ഇന്നത്തോടെ തീർന്നു. ഗുരുകാരണവന്മാരുടെ ശാപം ഉണ്ടാവും. സഹിച്ചോളാം. ഇറങ്ങിവിടുന്ന് ഇപ്പൊ തന്നെ. ആശാൻ, ആശാനെ, 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 ആശാൻ, ആശാനെ, ആശാനെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആശാനെ, ഇനിയൊന്നും കേക്കണ്ടക്കിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കല്ലുവഴിച്ചിട്ടയുടെ കാവലാളെന്നൊക്കെ ഞാൻ അഹങ്കരിച്ചിരുന്നു. എല്ലാം വീണു തവിടുപൊടിയായില്ലേ? അപ്പനി ഇനി നിനക്കൊന്നുമില്ല. ഒരു കളിയിറങ്ങും ഇനി നിന്നെ തെരഞ്ഞു വരില്ല. കഴിഞ്ഞു, നിന്റെ കളി ജീവിതം കഴിഞ്ഞു. എവിടെ എവിടെ എന്റെ കേശഭാരം? അതിങ്ങോട്ട് തിരിച്ചു തരിക. കുഞ്ഞുട്ടിയെ, നീ എങ്കിലും ഇത് മനസ്സിലാക്കണം. കുഞ്ഞുണ്ണിയേട്ടൻ നിരപരാധിയാ. ഞാൻ അനീതിയാന്നാ കരുതി. കുഞ്ഞുണ്ണിയേട്ടൻ എന്റെ സ്വന്തം ഏട്ടനും. ഇതൊക്കെ ഇവിടെ അവസാനിച്ചു. നീ എന്റെ അച്ഛന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണ്ട. വെള്ളിനേഴിയിലെ ഇല്ലിപ്പടി അടഞ്ഞൊന്ന് വിചാരിച്ചാ മതി. എല്ലാം നീ ഇനി ജീവച്ചവം. ഒരു കലാകാരൻ അരങ്ങിൽ നിന്ന് ഭ്രഷ്ടായാൽ തീർന്നില്ലേ? ഇതിന് ശാപമോക്ഷല്യ. പൊയ്ക്കോ എന്റെ മുന്നിന്ന്. ആട്ടും തുപ്പും കിട്ടണ്ടെങ്കിൽ പൊയ്ക്കോ. അച്ഛാ വരൂ. ചാണകവെള്ളവും ചൂലും കിട്ടിയിരുന്നെങ്കിൽ നടക്കണ വഴിയും കൂടി അടിച്ചു തെളിക്കാമായിരുന്നു. നമുക്ക് പോവാം. മഹാപാപിയ ഒരാളുടെ അടുത്തുനിന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. എന്റെ കിരീടം താ, തിരിച്ചു താ. തൂതപ്പുഴയിൽ മുക്കി താഴ്ത്തിയാലും വേണ്ടില്ല, ഈ തലയിൽ തുറക്കില്ല. എന്റെ കിരീടം തിരിച്ചു തരാൻ. ആശാനെ, 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 കുഞ്ഞുട്ടി, ആശാനെ, കുഞ്ഞുട്ടി, ആശാനെ, ആശാനെ.